ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇന്ന് ഉമ്മാക്ക് തീരെ വയ്യാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. തലകറക്കും ഒരു ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ ഉമ്മ കിടപ്പിലാണ്. അപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ ഇപ്പം ഇന്ന് ഞാനാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ വേഗം അലക്കാനുള്ള ഡ്രസ്സൊക്കെ അലക്കി ഇട്ട് വന്നതിൻ്റെ ശേഷം ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ ചിക്കനാണ് കൊണ്ടുവന്നത്. മീൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതായിരുന്നു, കാരണം മുറിക്കാനുള്ള ടൈമൊന്നും എന്തായാലും കിട്ടില്ല. അപ്പോൾ അതിന് മോനെ എണീക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ സവാള അരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആൾ എണീറ്റിട്ടുണ്ട്. എണീറ്റ് തൊട്ടിലിൽ നിന്ന് ചാടാണ് കേട്ടോ. അപ്പോൾ അവന് വേഗം ചാടി വരികയാണ്. കരഞ്ഞൊന്ന് നമ്മളവിടെ എത്തിയിട്ടില്ല എന്ന് കാണുമ്പോൾ തന്നെ അവന് തൊട്ടിലിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ കരച്ചിൽ കേൾക്കുമ്പോഴത്തേന് വേഗം പോകണം. പിന്നെ അവന് പാലൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ചെറിയ അനിയത്തി മദ്രസ വിട്ട് വന്നപ്പോൾ അവളുടെ അടുത്ത് കൊടുത്തേക്കുക കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ വേഗം കുക്കറിലിട്ടിട്ട് അതൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് ഞാൻ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തു. ചിക്കൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ബാക്കി തക്കാളിയും കൂടി അതിലിട്ടതിൻ്റെ ശേഷം ഞാൻ ഒന്നും കൂടി അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിരുന്നു. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അത് വേഗം മസാലയൊക്കെ തേക്കുന്നുണ്ട്. എന്തായാലും കുറേ ടൈമൊന്നും വെക്കാൻ പറ്റില്ല, ടൈം കുറേ ആയതുകൊണ്ട് ഇപ്പം തന്നെ പൊരിക്കേണ്ടി വരും. അത് കഴിഞ്ഞപ്പോഴത്തേനും തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം മസാലകളൊക്കെ ചേർത്ത് കൊടുത്തു. മസാല കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കനും കൂടി അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം അത് മൂടി വെച്ച് എന്തായാലും ഒരു 3 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേനും കറി റെഡിയാകും. ബാക്കി പണിയാണുള്ളത്. ഇനി തുടക്കാനും അടിച്ചുവാരി തുടക്കാനും ക്ലീനിങ്ങും പാത്രം കഴുകാനൊക്കെ ഒരുപാടുണ്ട്. ഈ പണി എടുക്കണതിൻ്റെ ഇടയിൽ കുറേ പ്രാവശ്യം മോന് കരഞ്ഞു വരുന്നുണ്ട് പാല് കുടിക്കാൻ. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കണം. അതുകൊണ്ടാണ് ഈ ടൈമൊന്നും കിട്ടാത്തത്. ഒറ്റക്കായിരുന്നെങ്കിൽ എപ്പോഴോ ചെയ്ത് തീരേണ്ട പണിയേ ഉള്ളൂ. പക്ഷേ അവന് പാല് കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇങ്ങനെ നിൽക്കണം. അവനാണെങ്കിൽ ഒട്ടും ഫുഡ് കഴിക്കില്ല, എപ്പോഴും പാല് കുടിയാണ്. അതുകൊണ്ട് കരച്ചിലാണ് ഏത് നേരം. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വേഗം മസാല പിടിക്കാനൊന്നും ടൈം കിട്ടില്ല, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് വേഗം പൊരിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇത് ചട്ടിയിലിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം പാത്രം കഴുകാൻ വേണ്ടി നിൽക്കുകയാണ്. പാത്രം കഴുകാനാണെങ്കിൽ ഒരുപാടുണ്ട്. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ പാത്രം കഴുകൽ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ ഗൈസ് പാത്രം കഴുകാൻ മടിയുള്ളവർ? മടിയല്ല, അത് ഒരു രസമില്ലാത്തൊരു പണിയാണ് ഈ പാത്രം കഴുകൽ. എത്ര എടുത്താലും തീരാത്ത പോലെ തോന്നും. പാത്രം കഴുകണ ടൈമിൽ അനിയത്തി അവളെ മോനെ എടുത്തിട്ട് പുറത്ത് നടക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും ആ നടത്തത്തിൽ ഒരു റൗണ്ട് എങ്ങാനും കിട്ടിയാൽ കിട്ടി, അത് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങുവാണ്. അപ്പോൾ നടന്ന് വരുമ്പോഴേക്കും ഞാൻ വേഗമുള്ള സ്പീഡിൽ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴുകി പകുതി ആയപ്പോഴത്തേനും ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറയണം കുറച്ച് നേരം കൂടി എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് നടത്തി കൊണ്ടുപോ, ഞാൻ എന്തായാലും ഈ പാത്രം കഴുകലെങ്കിലും ഒന്ന് ഫുള്ളാക്കട്ടെ എന്ന്. ഇത് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേന് ചിക്കൻ്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്നപ്പുറം തിരിച്ചിട്ട് അതിനിടയിൽ നമ്മൾ ചിക്കൻ കറിയുടെ വിസിലടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു 3 വിസിലായി കഴിഞ്ഞതിൻ്റെ ശേഷം ഓഫാക്കാമെന്ന് വിചാരിച്ചു. ഇത് പൊരിക്കുന്ന ടൈമിൽ അടുപ്പിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് വേഗം ക്ലീൻ ആക്കിയിട്ടിട്ടു, അടിച്ചു വാരി തുടച്ചൊന്ന് വേഗം ക്ലീൻ ആക്കിയിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം മാന് ഒന്നും കൂടെ പോയി ഫീഡ് ചെയ്തു. അതില്ലാതെ എന്തായാലും അവന് പറ്റൂല. ഈ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കറി ഇവിടെ റെഡിയായി. പിന്നെ കറിയൊക്കെ ഞാൻ വേഗം ഓഫാക്കി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ചിക്കനും അവിടെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനും കറിയൊക്കെ അപ്പോൾ എന്തായാലും സെറ്റായി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പരിപാടികളാണ്. അടുക്കള ഒന്ന് വേഗം ക്ലീൻ ആക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അകവും റൂമുകളൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കാനുണ്ട്. അപ്പം അതും കൂടി ഉണ്ട്.
അതും കൂടി കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒന്ന് കുളിച്ച് നിസ്കരിക്കാനൊക്കെയാണുള്ളത്. അപ്പം ഞാൻ വേഗം പോയിങ്ങാണ്ട് അടിച്ചു വാരി തുടക്കട്ടെ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നേരം ഒരുപാടായിട്ടുണ്ട്. 1 മണി എങ്ങാനും ആയിട്ടുണ്ട് ഞാൻ തുടക്കുമ്പോൾ തന്നെ. അപ്പോഴത്തേനും ഓരോരുത്തർക്ക് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, സ്വാഭാവികം. ഞാൻ വേഗം അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ തുടക്കലാണ്ട് കഴിഞ്ഞു കേട്ടോ. തുടക്കുമ്പോഴൊക്കെ ആളെൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാ പണികളും ചെയ്യേണ്ടി വരുന്നത്. ഉമ്മാക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും, അല്ലാതെ എല്ലാ പണിയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഉമ്മാക്ക് ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ട് ഒരു തലക്കറക്കും ക്ഷീണമൊക്കെ വന്നതാണ്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ബ്ലഡിൻ്റെ അളവ് ഭയങ്കര കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വേണം ഇനി ഉഷാറാവാൻ. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടൈം രാത്രി 1 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തന്നെ അവൻ ഒരുപാട് പ്രാവശ്യം എണീറ്റ് ഞാൻ പാൽ കൊടുക്കും, ഇങ്ങോട്ട് വരും, പിന്നെയും വോയിസ് കൊടുക്കും, അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്കിന്നത് എന്തായാലും ഫുള്ളാക്കണം. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞ് വേഗം പോയി കുളിച്ച് നിസ്കരിച്ചതിന് ശേഷം കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഉമ്മ വെക്കണ അത്രയൊന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മോന് എല്ലാവരും ചെറുതായിട്ടൊന്ന് ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമാണ് എണീറ്റത് കേട്ടോ. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 4-4:30. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി ഉപ്പ പൊരിക്കടി കൊണ്ടുവന്നിരുന്നു കേട്ടോ, പൊക്കവട. അങ്ങനെ അതിലേക്ക് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു. ചായ കുടിക്കുന്ന ടൈം നല്ല രസമാണ്. ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ നേരം അങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പം ഞാൻ വീഡിയോ അതിനനുസരിച്ച് മാറ്റാം. എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ ഞാനും ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ ഞങ്ങൾ ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ കുറച്ച് നേരം മോന് സൈക്കിളൊക്കെ ഓടിച്ച് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഇങ്ങനെ നടക്കും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അകത്തേക്കൊക്കെ കയറി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.